പ്രിയപ്പെട്ടവരെ, ഞാൻ രാഹുൽ മാങ്കൂട്ടം എക്സ്പോസിങ് പ്രോസസ്സിലാണ്. അവനെ ജനസമക്ഷം ഒന്ന് തുറന്നു കാട്ടാനാണ് എൻ്റെ ശ്രമം. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പോകുന്നത് അവനും അതിജീവിത, അതായത് അവൻ ഗർഭിണിയാക്കിയതിന് ശേഷം നിർബന്ധിച്ച് എല്ലാ അടവുകളും പ്രയോഗിച്ച് നിർബന്ധിച്ച് ഗർഭഛിദ്രം ചെയ്ത ആ യുവതിയും തമ്മിലുള്ള 15-16 മിനിറ്റ് വരുന്ന ഓഡിയോ ഫോൺ സംഭാഷണമാണ് ഞാനിപ്പോൾ കേൾപ്പിക്കാൻ പോകുന്നത്. അതിൻ്റെ സമ്മറി ഇതാണ്: അവന് ഇന്ത്യൻ ശിക്ഷാ നിയമം 89 ഘടകവിരുദ്ധമായിട്ട് എല്ലാ അടവുകളും പ്രയോഗിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ, തനിക്ക് ജനിക്കാൻ പോകുന്ന തൻ്റെ കുഞ്ഞിനെ വളർത്താൻ അതിയായി ആഗ്രഹിക്കുന്ന ആ പെൺകുട്ടിയെ ഗർഭഛിദ്രം നടത്താൻ തീവ്രമായി നിർബന്ധിക്കുന്ന, ഭീഷണിപ്പെടുത്തി വധഭീഷണി, ആത്മഹത്യ ഭീഷണിയൊക്കെ നിർബന്ധിക്കുന്ന ഒരു ഓഡിയോ ആണിത്. ഇതിൻ്റെ പ്രസക്തി മനസ്സിലാക്കുക. ഇത് കഴിയുന്നത്ര പേർ, അവനെ അനുകൂലിക്കുന്നവർ പ്രത്യേകിച്ച് കാണുക. ഇതിൻ്റെ സാങ്കത്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. അത് വിശദമായിട്ട് ഇത് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഇത് കേൾക്കുക. ായിട്ടുള്ള പല ഉടായ്പകളും ചെലവാക്കുന്ന പണങ്ങൾക്കപ്പുറം, കോടികൾക്കപ്പുറം യാഥാർത്ഥ്യം എന്താണെന്നും നീ എന്ന രാഷ്ട്രീയ ഫ്രോഡ് എന്താണെന്ന് ആ ശബ്ദരേഖ തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് നാട് ഒരിക്കൽ കൂടി ഇത് കേൾക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എടോ, എനിക്ക് ഞാൻ തന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞു തന്നെ ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ താനെന്തിനെങ്കിലും കിടക്കുന്നത്? അത് ഞാൻ നോക്കിക്കോളാം. തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നോക്കാന്ന് പറഞ്ഞല്ലോ. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. അങ്ങനെ പറ്റത്തില്ല. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും, എന്തായാലും പറ്റും. അതെ, അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. അത് ഞാൻ മാനേജ് ചെയ്തോളാം. അത് ഞാൻ മാനേജ് ചെയ്തോളാം പറഞ്ഞല്ലോ. ഞാൻ മാനേജ് ചെയ്തോളാം. അത് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊന്ന് ആലോചിക്കട്ടെ. അതെ, മര്യാദയ്ക്ക് സംസാരിക്കണം. അത് കുഴപ്പമില്ല, ഞാൻ അനുഭവിച്ചോളാം. താൻ ഇത്രയും വൃത്തിയായിട്ട് രീതിയിൽ എന്നോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സ്വാർത്ഥൻ, അതിസ്വാർത്ഥൻ, ക്രൂരൻ. അപ്പൊ താൻ തന്റെ കാര്യം മാത്രം നോക്കുന്ന ഒരാളിന് ഞാൻ എന്തിനെ കാണിച്ചാക്കണം? എടോ, ഇത് ഞാൻ ഒറ്റയ്ക്കുണ്ടാക്കി കേട്ടോ. 70% റെസ്പോൺസിബിലിറ്റി തനിക്കാണ്. മര്യാദക്ക് സംസാരിക്കേ കേട്ടോ. വീണ്ടും എനിക്ക് തന്നെ അത്ര തരംതാഴാൻ പറ്റത്തില്ല. താൻ മിടുക്കനായിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. താൻ ഭയങ്കര മിടുക്കനാണ്. വീണ്ടും താൻ എന്തോ പറയും. എന്ത് ഓപ്ഷനാണ് ഞാൻ പോയി ഈ നീചനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതിനീചനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളെയാണ് സമ്മതിക്കുന്നത്. ഞാൻ തന്നെ ഇതുവരെ ഒന്നിലും ഇൻവോൾവ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. എന്ത് ആഭാസങ്ങളായിരിക്കും ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകൾ. അത് തന്റെ പേര് പറയുന്നല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ അവരോടൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അവരെന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ താനുണ്ടായിരുന്നു. എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളോട് പോലും ഞാൻ ഇപ്പോഴും പറയാതെ അവരുടെ മുന്നിൽ ഞാൻ തല കുനിച്ചാണ് നിൽക്കുന്നത്. അറിയാമോ? നാടകം അവന്റെ സ്ഥിരഭാഷയാണ്. ഡ്രാമ, നാടകം. അവനാണ് റീലിട്ട് നാടകം കളിക്കുന്ന മൊത്തം. താനാണ് സ്നേഹനാടകം കളിച്ചത്, ഞാനല്ല. താൻ തന്നെയാണ് സ്നേഹനാടകം കളിച്ചെന്റെ ലൈഫിലോട്ട് വന്നത്. അതെ, താൻ സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് ബ്യൂട്ടീഷ്യനെ കൊണ്ട് വരെ അവൻ നടക്കുന്നത്. ഞാനെന്ന് ട്രാപ്പ് ചെയ്തു. കുറെ പ്ലേറ്റ് മാറ്റുന്നു. ടോൺ മാറ്റുന്നുണ്ട്. അവിടെ അടുത്ത് എറിക്കുന്നില്ല. അവൾക്കൊരു ഓസലമില്ല. അവൾക്ക് തന്നെ ഒരു പേടിയില്ല. അതുപോലെ അവൾ അനുഭവിച്ചു. ശ്രീജിത്തെ അപമാനിക്കുകയാണ്. അവന്റെ ശിശു അവന്റെ അല്ല, അവൾ വേറെ പരിപാടിക്ക് പോകുന്ന അവൻ പറയുന്നു. അല്ല, ഇന്നത്തെ കാലത്ത് സയൻസ് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. തന്നെയാണോ അല്ലെങ്കിൽ ഇപ്പൊ നോക്കാമല്ലോ. പിന്നെ താൻ എന്താ പറയുന്നത്? തന്റെ അല്ലയോ? താൻ അങ്ങനെ ഒരു
തെളിയിച്ചു തരാം. അതാണ് ഈ പെൺകുട്ടി ഇത്രയും പൂക്കൃത്തരം പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടി ആയിരിക്കണം. അതായത് ഫീറ്റസ് ഭ്രൂണം നശിപ്പിക്കപ്പെട്ട ഭ്രൂണം എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു സ്ത്രീക്ക് അപമാനം സഹിക്കാവുന്നതിനപ്പുറമാണെന്ന് ഓർക്കണം. അവളെ ഇതും കഴിഞ്ഞ് അവളെ ഇതുപോലെ ചതിച്ചിട്ട് ഇനി ഇവൻ കോഴി കളിച്ച് നടക്കാൻ പല പെൺപിള്ളേരെ പഠിപ്പിക്കാൻ അവളെ സമ്മതിക്കുകയല്ല. അവൾ ചെയ്യുന്നത് 100% ശരിയാണ്. അവളായിരിക്കണം ഫീറ്റസ് എടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ഏക്കുകയും ചെയ്തു കേട്ടല്ലോ. അവൻ്റെ സ്റ്റൈല് നോക്കി ചന്ത. അല്ല ഇനി അത് വളരുന്നു ആ കൊച്ചു അവൻ്റെ അല്ല. ഭാഷകളുണ്ട്. സ്വന്തം രക്തത്തിൽ നിന്നുണ്ടായ കൊച്ചാണ് ആ കൊച്ച. ബുദ്ധിമുട്ട് അവന് ചെയ്തപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു, നല്ല സുഖമായിരുന്നു. കുട്ടിക്കളി അവൻ വലിയ കളി കളിക്കുന്നു. പഠിച്ച കളി അവൻ താൻ കൈകാര്യം ചെയ്യേ തന്നെ ഒരു തരത്തിലും ബാധിക്കില്ല, തന്നോട് ഒരിക്കലും ഒരു ഡിപ്പെൻഡൻസിക്കും വരത്തില്ല എന്ന് പറയുന്നത് പഠിക്കുന്നത്. ഞാനിപ്പോ ആലോചിക്കട്ടെ എങ്ങനെ എന്തായാലും തന്നെ ബുദ്ധിമുട്ടിക്കാൻ വരത്തില്ല. ടോൺ മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക. അവൻ ടോൺ മാറ്റി വന്നു ശബ്ദത്തിൻ്റെ. പെൺകുട്ടി വിട്ടുകൊടുക്കുന്നില്ല. അവൻ വെറും ശിശു ആവുകയാണ് ആ പെൺകുട്ടിയുടെ മുന്നിൽ. ജീവിതത്തിൽ ഒരിക്കലും ഒരു അബദ്ധമൊക്കെ പറ്റി, ഒരിക്കലല്ല ഒരുത്തനുമായിട്ട്. അതാണ് സെൻറ്റൻസ്. അവനെപ്പറ്റി മാത്രമേ അവൻ എന്തും ചിന്തിച്ചിട്ടുള്ളൂ. സുഖിക്കാൻ മാത്രം പെണ്ണുങ്ങൾ വേണം. അപ്പോൾ ആ കൊച്ച് എന്നാൽ ഇവനെ ബാധിക്കണം വീണ്ടും സമ്മതിക്കുക. കൊച്ച് അവൻ്റെ തന്നെയാണെന്ന് അവൻ സമ്മതിക്കുകയാണ്. അവനറിയാം അവൻ്റെതാണെന്ന്. അത് ഉറപ്പ് പറയാൻ പറ്റുന്ന ഇപ്പം അതിൻ്റെതല്ല. പിന്നെ പ്രശ്നമില്ല, അവനെ ബാധിക്കുകയല്ല. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട്. അവരെന്റെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെയാണ്. എൻ്റെ സ്ഥിരം ഭാഷകളായിരുന്നു. കുറച്ച് മനുഷ്യത്വമുള്ളവരാ. പിന്നെ അവരെന്താ പിന്നെ സ്റ്റൈലുകളില്ല, വെറും തറ ഭാഷ. അവരോട് ഞാൻ പറയും, പക്ഷെ അവർ ആവശ്യപ്പെടുന്ന അവരെന്താ ചെയ്യാൻ പോകുന്നതിൻ്റെ വേവലാതിയുണ്ടോ? അന്നേരം തൊട്ടല്ലേ എന്നെ ബാധിക്കുന്നത്. എനിക്ക് കഴിഞ്ഞാൽ അവരോട് കാര്യം പറഞ്ഞ് ഇവൻ്റെ പേരെ പറയാനൊക്കെ ഉള്ളൂ. അപ്പോൾ അവനെ ബാധിക്കും. അല്ലോ നിങ്ങൾ തന്നെ പറയാം. അവൻ്റെ കുഞ്ഞാണെന്ന് അവനറിയാം. അവൻ തന്നെ അഡ്മിറ്റ് ചെയ്യാണ്. അവൻ്റെ ലൈഫ് അത് മാത്രമേ ഉള്ളൂ അവനെ. അവരുടെ ലൈഫ് എങ്ങനെയാ സ്പോയിൽ ചെയ്തെന്ന് ചോദിക്കുക. കോൺസിക്വൻസസ് അവനാ. അവന് തന്നെ ഇവൻ്റെ തന്നെ പിന്നെ അവൻ തന്നെ ഇതിനെപ്പറ്റി പറയും ചെയ്യുന്നു. അവനെ പറ്റി ആലോചിച്ചു. ഈ നാറിയെ പറ്റി ആരെങ്കിലും ആലോചിക്കുമോ? ഇത്രയും ദുഷ്ടനെ പറ്റി ഒരിക്കൽ സ്നേഹിച്ചവരെ പിന്നെ ഇവനെ വെറുക്കും. ഇവനെ അതുപോലെ വെറുക്കും. അതാണ് ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് അടുത്ത അടവിലേക്ക് അടുത്ത സ്റ്റേജ് അടവ്. തന്നോട് ജീവിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞോ? ഇനി സിമ്പതി പിടിച്ചെത്താനുള്ള ശ്രമം ഉണ്ട്. ശബ്ദം താഴ്ക്കുന്നുണ്ടോ? തെറിയും ചീത്തയൊക്കെ മാറി ഉറക്കമുള്ള ശബ്ദം മാറി താത്ത. ടെമ്പർ തെറ്റുന്നു. പെണ്ണിനെ ശ്രദ്ധിക്കുക. അവള് നെല്ലിപ്പല കണ്ടവളാണ്. അവളെ അപമാനിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അപമാനിച്ചു. ഈ നിമിഷം വരെ
ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല, മോശമായിട്ടൊരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല. 10 വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട്, പക്ഷെ ഞാനത് വിളിക്കുന്നില്ല. എത്ര ഭംഗിയായിട്ടാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത്. അവിടെ ഭാഷ ശ്രദ്ധിക്കുക. ഒരു പോട്ടെ, താനേ ഇതിനേക്കാൾ സംസ്കാരമുള്ള പെൺകുട്ടി തന്നെയാണ്. ഒരു പെണ്ണാണല്ലോ. ഇതാണോ തന്റെ ആദർശം? വലിയ ആദർശമാണോ ഇതൊക്കെ? ഇതൊക്കെയാണോ ആദർശം? ലൈഫിൽ കൊണ്ടുപോകണോ ആദർശം? കേട്ടോ, ലൈഫിൽ കൊണ്ടുവരും. ചോദിക്കുന്നേ എനിക്കൊരു ആദർശമില്ല. എനിക്കൊരു ആദർശമില്ല. അവൾ ഇവൻ്റെ കൂടെ, അവൻ്റെ കെട്ടിയവനെ ഉപേക്ഷിച്ച് ഇവൻ്റെ കൂടെയല്ല പോയുള്ളൂ. ഇവൻ എത്രയോ പെൺപിള്ളേരുടെ കൂടെ പോയി. അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല. താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ ഇവിടെയാണ് ക്ലൂ. അവളെ സമ്മതമല്ല, അവൾക്ക് അബോർട്ട് ചെയ്യാൻ സമ്മതമേ അല്ല. വീണ്ടും എന്ത് ഇവൻ്റെ സ്വഭാവം ഇതാണ്, ഇവൻ്റെ കൂട്ടുകാരുടെ സ്വഭാവം ഇതാണ്. നാക്കെടുത്താത്തെറി. എപ്പോഴും പറയുന്നുണ്ടല്ലോ, താനും മകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? അവരെന്നും ഇവിടെ വന്ന് ടെൻഷൻ അടിച്ച് എന്റെ കാര്യം ഓർത്താണ് ടെൻഷൻ അടിക്കുന്നത്, സ്വന്തം കാര്യം ഓർത്തിട്ടല്ല. കേട്ടോ, അളവ് വരുന്നുണ്ടോ? എന്തെല്ലാം അഭിനയമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു വലിയൊരു ഭാഗമാണ്. എനിക്ക് അതിനെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റത്തേ ഇല്ല. അടുത്ത ആലോചിക്കാം. അടുത്തട എന്താ അഭിനയം? എന്ത് ചെയ്യണം? അടുത്തയാട എത്ര അടവുകൾ മാറ്റി തരാം ഇതിനിടയ്ക്ക്. തന്റെ ലൈഫ് ഇവിടെ സ്പോയിൽ ചെയ്യാൻ ആരും വരുന്നില്ലടോ, ആരും വരുന്നില്ല. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. തന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എന്താണ്? ഞാൻ വീട്ടിൽ പറയുന്നില്ല. അത് ഞാൻ മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞല്ലോ. തനിക്കിപ്പോ എന്താണ്? എടോ, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ ഇവിടുന്ന് മാറാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ മുമ്പ് ഒരു ഓഫർ വന്നതാ, പക്ഷെ അത് ഫോളോ അപ്പ് ചെയ്തില്ലായിരുന്നു. ഞാൻ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. മേ ബി ഈ കുട്ടിയായിരിക്കും ഇപ്പം വിദേശത്ത്. ഉറപ്പായിട്ടും നടക്കും, എനിക്ക് കോൺഫിഡൻസ് ഉണ്ടല്ലോ. നടക്കുമല്ലോ. കാണുക കൊള്ളനെ 10-15 മിനിറ്റ് അത്ര അടവുകളാണ് മാറിപ്പോയത്. 12 മിനിറ്റ് ടോൺ മാറ്റുന്നുണ്ട് ശബ്ദത്തിന്റെ. ഇതിലാണ് സ്കോർ ചെയ്യുന്നത്. ഞാൻ കൊണ്ടുവരത്തില്ല, അതിന് സേഫ് അവിടെ കൊണ്ടുവന്ന് കൊന്നു കളയുന്നറിയാം. യെസ്, എന്തെല്ലാം ജനങ്ങളെ നിങ്ങൾ കേൾക്കുക, കാണുക. ഇവന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു. ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത്, അതൊന്നും തനിക്ക് ജനങ്ങൾ കേൾക്കുക. തന്റെ ഫ്യൂച്ചർ, തന്റെ ജീവിതം, തന്റെ കാര്യം എല്ലാം നിങ്ങളാണ് പറയുന്നത്. ഇവൻ അഭിനയിക്കുക, ഇവൻ ജീവിക്കുക, അവൾ അഭിനയിക്കുക എന്നാണ് ഇവന്റെ അനുകൂലികൾ പറയുന്നത്. തിരിച്ചല്ലേ പിള്ളേര് ജനങ്ങളെ സത്യം? അവള് ജീവിക്കുന്നു, ഇവൻ അഭിനയിക്കുന്നു. ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ നിങ്ങള് ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്നൊരു കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. അത് എന്റെ സ്നേഹമാണ്, തന്റെ അഭിനയമാ. അഭിനയമായത് അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും. തന്റെ അടവ് മാറുന്നുണ്ട് ശബ്ദം. ഇങ്ങനെയാണോ പ്ലാൻ ചെയ്തത്? ദാറ്റ്സ് വൈറ്റൽ. പ്ലാൻ ചെയ്തു. ഇനി പറയാം. ഇനി വളരെ ശ്രദ്ധിക്കണം. സ്നേഹമൊക്കെ അഭിനയിച്ച് എന്റെ ലൈഫിലോട്ട് വന്നു എന്നെയും ഇമോഷണലി താനുമായിട്ട് അത്ര അറ്റാച്ച്ഡ് ആക്കി മാറ്റിയിട്ട് പിന്നെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരുടെ പേര് താൻ പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര ദേഷ്യമാണല്ലോ. ആ 2 പെൺകുട്ടികളോട് പോലും ഞാൻ ഈ പേര് പറയാത്തതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം എന്റെ ലൈഫിൽ ഉണ്ടായെന്ന് ഞാൻ പറയാത്തതോ അത് എന്റെ ഒരു മര്യാദ കൊണ്ടാണ്. മനസ്സിലായോ? എന്റെ മര്യാദ ഞാനിവിടെ
തന്നോട് ഞാൻ എൻ്റെ ശബ്ദം മാറ്റുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. മര്യാദക്കേടാണ്. ഇങ്ങനെയാണ് പെൺപിള്ളേരുടെ അടുത്ത് അവരെ വലയിലാക്കുന്നത്. 17-ാം തീയതി താൻ എന്റെ മനസ്സ് തകർത്തിട്ട് പോയി. എനിക്ക് ആ ദിവസം ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ലോങ് ലീവ് എടുത്ത്, എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വീണ്ടും കേൾപ്പിക്കുക ആ ഭാവം ഒന്നുകൂടെ. അവരുടെ കൂടെ കാരണം ആ മാർച്ച് 17-ാം തീയതി താൻ എന്റെ മനസ്സ് തകർത്തിട്ട് പോയി. എനിക്ക് ആ ദിവസം ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ലോങ് ലീവ് എടുത്ത്, എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ലോങ് ലീവ് എടുത്തു. അവരുടെ കൂടെ ഇവർ രണ്ടുപേരും പറയുന്നില്ല എന്താണ് സംഭവിച്ചത്. കിടന്ന എന്നെ എനിക്ക് എന്നോട് ഒന്ന് ലൈഫിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിട്ട് അവരാണ് അവളെ തകർത്തെറിഞ്ഞതും ഈ മാനസികാവസ്ഥയിൽ എത്തിച്ചത് മാർച്ച് 17 തന്നെ ആയിരിക്കണം. സംഭവിച്ചത്. ഇപ്പൊ ഇങ്ങനൊരു ഇൻസിഡന്റ് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി എന്റെ ലൈഫിൽ എന്താ സംഭവിച്ചത്. പക്ഷെ അത് ആരാണ് എന്നറിയേണ്ട അവകാശം അവർക്ക് ഉണ്ട് എന്നാണ് അവര് പറയുന്നത്. പക്ഷെ ഞാൻ അവരോട് ഇത്രയും ദിവസമായിട്ട് റിവീൽ ചെയ്തു, ഇതൊന്നും ചെയ്യരുത്. ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും. ശബ്ദം ചേഞ്ച് ചെയ്യുന്ന അടവ് കരണക്കുറ്റിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്താ എനിക്കറിയില്ല. തന്റെ ലൈഫ് തകർത്തില്ല, തന്റെ ലൈഫ് തകർത്തില്ല. ഇനി അടുത്ത് ശ്രദ്ധിക്കണം. വധഭീഷണി ഒരു പണിയും ചെയ്യില്ല. തനിക്കൊരു ഇനിയിപ്പോൾ ഒരു മാറ്റി ഒരു നിർത്തി വേറൊരു അടവുണ്ടായി കാണണമെന്ന് പറയുന്നത്. ഇപ്പം അതാ അടുത്ത് വരുന്നു. ചിന്തിക്കുക. അടുത്ത് കേൾക്കണം. കള്ളൻ്റെ അടുത്ത അഭിനയം ഉണ്ടോ? യെസ്, ദാറ്റ്സ് ഇറ്റ്. പൊട്ടിപ്പല്ലോ അഭിനയം ഉണ്ടോ? തടിയൊക്കെ പൊട്ടി. എന്തൊരു അഭിനയം. കാരണം കുറ്റി കുറഞ്ഞ കൊടുക്കാവുള്ളൂ. രണ്ടിനും പെടുക്കും. യെസ്, ഇതൊരു ഭീഷണിയാണ്, ഇൻഡയറക്റ്റ്. ഞാൻ വിചാരിച്ചാൽ നിന്നെ സെക്കൻഡിനുള്ളിൽ കൊല്ലും. എന്നിട്ട് താൻ മിടുക്കനായിട്ടങ്ങ് പോകുമോ? യെസ്, ദാറ്റ്സ് ഇറ്റ്. കൊന്നിട്ട്